മൂഴിയാം നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് വായിച്ചത് 15-ാമത്തെ സങ്കീർത്തനമാണ്. 15-ാമത്തെ സങ്കീർത്തനം നമ്മൾ പല തരത്തിൽ, പല വിഷയത്തിൽ, പല വശങ്ങളിൽ പഠിച്ചിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഗ്രഹിച്ചിട്ടുള്ളതുമാണ്. അതിൽ ഒരു ചോദ്യത്തോടു കൂടിയാണ് 15-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. അവസാനം ആ ചോദ്യത്തിന് ഉത്തരത്തോടു കൂടിയാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. 15-ാം സങ്കീർത്തനത്തിൽ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? ദൈവത്തിന്റെ കൂടാരം എന്താണ്? ദൈവത്തിന്റെ കൂടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? നമുക്കറിയാം, സിയോൻ പർവ്വതത്തിൽ യഹോവ വസിക്കുന്നു. സിയോൻ പർവ്വതം എവിടെ വസിക്കുന്നു? സ്വർഗീയ യെരൂശലേമിൽ സിയോൻ പർവ്വതം ആയിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? യെരൂശലേമിന്റെ എന്ന പട്ടണത്തിന്റെ അവസ്ഥ ചൂള പോലെയാണ്. സിയോൻ പർവ്വതത്തിന്റെ അവസ്ഥ കത്തുന്ന തീയാണ്. ഇതിന്റെയൊക്കെയും മധ്യത്തിൽ ആണ് ചോദ്യം ഉപയോഗിക്കുന്നത്, ആർക്ക് ഈ കൂടാരത്തിൽ ചെല്ലാൻ പറ്റും? ഈ കൂടാരത്തിൽ ആർക്ക് ചെല്ലാൻ പറ്റും? ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചൂളയും തീയും കടന്ന് ദൈവത്തിന്റെ കൂടാരത്തിന്റെ അകത്ത് ഒരു മനുഷ്യന് ചെല്ലണമെങ്കിൽ അതെങ്ങനെ സാധിക്കും? അതിന് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട വിഷയം, ഈ തീക്ക് ശത്രു ആരെന്ന് ചിന്തിച്ചുകൊള്ളണം. ഭൂമിയിൽ നമ്മൾ തീയിട്ടാൽ തടി വെന്തുപോകും, മറ്റ് സസ്യാദികൾ വെന്തുപോകും, എണ്ണ കത്തിപ്പോകും, ഗ്യാസ് കത്തിപ്പോകും. എന്നാൽ ഇരുമ്പ് കത്തുന്നില്ല. അതുപോലെ വെള്ളം കത്തുന്നില്ല. അപ്പോൾ ഇതുപോലെ ഭൗമികമായ തീക്ക് ശത്രു എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളാണ്. എന്നാൽ സ്വർഗീയമായ തീക്ക് എന്ന് പറയുന്നത്, ശത്രു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വൈരിയാണ്, ദൈവത്തിന്റെ ശത്രുവാണ്. എന്താണ് ദൈവത്തിന്റെ ശത്രു? മോശ പർവ്വതത്തിൽ ആടുകളെ മേച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ പതിവില്ലാത്ത ഒരു അവസ്ഥ കാണുകയാണ്. ആ അവസ്ഥയാകട്ടെ, തീ കത്തുന്നു, ആളി പടർന്ന് കത്തുന്ന തീ, ഒരു മുൾപ്പടർപ്പാണ്. മറ്റുള്ള കാര്യം പോലെയല്ല മുൾപ്പടർപ്പ് കത്തുന്നു. വിറക് കത്തും, പച്ച വൃക്ഷം വരെ കത്തും. പക്ഷെ മുൾപ്പടർപ്പ് കത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. പെട്രോൾ കത്തുന്ന പോലെയാ. കത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ആകാശം മുട്ടി അങ്ങോട്ട് കത്തി നിമിഷം കൊണ്ട് അത് ഇല്ലാതായി തീരും. പക്ഷെ മോശ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ആ കത്ത് ആകാശത്തോളം പൊങ്ങി കത്തുന്നുണ്ട്, പക്ഷെ മുൾപ്പടർപ്പിന് ദോഷം വരുന്നില്ല. ഈ കാഴ്ച ഇതൊരു ഭയങ്കര കാഴ്ചയാണല്ലോ. മോശ ഇതൊന്ന് കാണണമല്ലോ. മോശ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഒരുങ്ങിയപ്പോ കർത്താവ് പറഞ്ഞു, മോശെ അടുത്ത് വരരുത്, കാരണം അത് തീയാ. അപ്പൊ ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നത്, മോശയാണോ മുൾപ്പടർപ്പാണോ വലുത്? ആ മുൾപ്പടർപ്പിനുള്ള യോഗ്യത പോലും മോശയ്ക്കില്ലേ? കാരണം മോശ അടുത്ത് ചെന്ന പ്രശ്ന, ദൈവം തടുത്തു, എന്നിട്ട് കാലിൽ ചെരുപ്പഴിച്ചുകളാ. അപ്പോ ഈ തീക്ക് ശത്രു എന്ന് പറയുന്നത് യാതൊരു ഭൗതിക വസ്തുക്കളും അല്ല, പിന്നെയോ
ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ തീക്ക് ശത്രു എന്ന് പറയുന്നത് പാപമാണ്. പാപിയായ മനുഷ്യൻ പാപമില്ല എങ്കിൽ അവനങ്ങോട്ട് അതിലേക്ക് കടന്നു പോകും. പാപമുണ്ട് എങ്കിൽ ആ തീയിൽ ഇല്ലാതെയായി പോകും. അവിടെയാണ് ഇതിന്റെ പ്രത്യേകത. യാഗപീഠത്തിങ്കൽ മാംസമൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം ദൈവം സ്വർഗത്തിൽ നിന്ന് തീ അയച്ചത് ദഹിപ്പിക്കുക. ഈ ദഹിപ്പിക്കുമ്പോൾ ആ ഇരിക്കുന്ന മാംസമല്ലാതെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ തീ പോവില്ല, ദഹനവും പോവില്ല. കാരണം ആ വെച്ചിരിക്കുന്ന മാംസത്തിൽ പാപം ഉണ്ട്. മനുഷ്യന്റെ പാപം അതിനകത്താക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ആ തീ അതിനെ ദഹിപ്പിച്ചു കളയും. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മനുഷ്യനായിട്ടൊരുവനും മനുഷ്യ ജന്മത്തിൽ ജനിച്ച ഒരുവനും ഈ തീയെ അതിജീവിക്കാൻ പ്രാപ്തനല്ല. ഏത് തീയെ? യെരൂശലേം എന്ന് പറയുന്ന പട്ടണത്തിലെ തീയും സിയോൻ എന്ന് പറയുന്ന പർവ്വതത്തിലെ തീയും അതിജീവിപ്പാൻ അവൻ യോഗ്യതയില്ലാത്തവനാണ്. ഒരു കാരണവശാലും അതിനെ തരണം ചെയ്യാനുള്ള കെൽപ്പ് അവനില്ല. അവൻ കത്തിപ്പോവും. അവനതിനെ അതിജീവിക്കുകയില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം അവനിൽ പാപമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അതിനാൽ ഇല്ലാതെ പോകും. അവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ആര് കയറും, ആർക്കാണ് അതിൽ കിടക്കാൻ കഴിയുന്നത്. ഇതിലേക്ക് ചെല്ലുമ്പോൾ കത്തിപ്പോകാതിരിക്കുന്നവൻ ആരാണ്? പലരും പറയും, സംശയം പറയാറുണ്ട്, ഏലിയാവ് അങ്ങോട്ട് പോയല്ലോ, ഹാനോക്ക് പോയല്ലോ. ഏലിയാവും ഹാനോക്കും ഒന്നും ആ നിലയിലേക്കൊന്നും പോയിട്ടില്ല. അവരെ സ്വർഗീയ മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് പാർപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇത് വെല്ലുവിളിയായിട്ട് മനുഷ്യവംശത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പറയുന്നത്, സുവിശേഷത്താൽ ഒരു മനുഷ്യൻ ഐക്യപ്പെടുമ്പോൾ കർത്താവായ യേശു അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞത്, നീ ഒന്നാമത് പ്രസംഗിക്കേണ്ടത് പാപമോചനമാണ്. അത് പ്രാപിച്ചില്ല എങ്കിൽ ഇതൊന്നുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പാപങ്ങളെ നീക്കുവാൻ തന്നെ ദൈവപുത്രൻ വന്നു എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് പാപങ്ങളെ മോചിപ്പാൻ വന്നു എന്നുള്ളത് എന്തിനെന്നറിയാമോ? കാരണം യേശു ഇവിടെ ഈ ലോകത്ത് ജനിച്ചു, ജീവിച്ചു. ഒരു വാക്കിലെങ്കിലും തെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ശത്രു ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ഒടുവില് യേശു കുറ്റമറ്റവനായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ശത്രു അവിടെയും പ്രവർത്തിച്ചു. എങ്ങനെ? അവന്റെ അസ്ഥി ഒന്ന് ഓടിക്കാൻ. കാരണം തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, നീതിമാന്റെ അസ്ഥി ഒടിഞ്ഞു പോകില്ല. അവന്റെ അസ്ഥി ഒടിഞ്ഞാൽ അപ്പോൾ തന്നെ വാദം തുടങ്ങും. എന്താണ്? നീതിമാനല്ല, ദൈവപുത്രനല്ല, ഈ ആളിൽ ദോഷമുണ്ട്, ഇവൻ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള നീതിമാനല്ല, ആ വീണ്ടെടുപ്പുകാരനല്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ അസ്ഥി ഒടിയില്ല. ദൈവം അതിനപ്പുറം കാണുന്നവനാണ്. അവർ ചെന്നപ്പോഴേക്കും അവൻ മരിച്ചായിരുന്നു. മരിച്ചവന്റെ അസ്ഥി ഓടിക്കേണ്ട കാര്യമില്ല, മരിച്ചവന്റെ അസ്ഥി ഓടിക്കേണ്ട ആവശ്യമില്ല, അവൻ മരിച്ചായിരുന്നു. ഇനി അസ്ഥി ഓടിച്ചിരുന്നെങ്കിൽ ഒന്ന് പ്രധാനമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ നിന്ന് യേശു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മൾ പറയുന്ന പോലെ മേളിലേക്ക് പോയി. ആദ്യം തരണം ചെയ്യേണ്ടത് എവിടെയാണ്? യെരൂശലേമിലേക്ക് നഗരത്തിൽ കൂടി കിടക്കണം. അവിടെ എന്താ? ചൂളയാ. അത് കഴിഞ്ഞ് പർവ്വതത്തിലേക്ക് കിടക്കണം. അവിടെ എന്താ? തീയാ. ഇത് രണ്ടും തരണം ചെയ്യാൻ ആ മനുഷ്യനെ കൊണ്ടാവില്ല. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ യേശു പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതിന് ശേഷം മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വന്തം രക്തത്താൽ ഈ തീയെയും ചൂളയെയും അതിജീവിച്ച് വിശുദ്ധ പർവ്വതത്തിൽ കടന്ന് ദൈവത്തിന്റെ കൂടാരത്തിന്റെ അകത്ത് പ്രവേശിച്ച് കൃപാസനത്തിൽ ചെന്ന് തൻ്റെ സ്വന്തം രക്തം അവിടെ തളിച്ചു.
അതോടുകൂടി ദൈവത്തിന് മനുഷ്യനോടുള്ള കോപം ശമിച്ചു. ഇത് നമ്മുടെ രക്ഷയുടെ ദൂതാണ്. രക്ഷയുടെ ദൂതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക അവൻ വെച്ചിട്ട് പോയിരിക്കും. അവൻ പറയുന്നതിൽ കൂടിയും അവൻ പോയ വഴികളിൽ കൂടിയും നടന്നു പോയാൽ യാതൊരു തരത്തിലും ഈ തീയാൽ ഒരു കേടുകൂടാതെ വണ്ണം, ഈ ചൂളയാൽ ഒരു ദോഷം വരാതെ വണ്ണം അവിടെ എത്താം. ഒരു കേടും വരില്ല. പക്ഷെ അവൻ കാണിക്കുന്ന മാതൃകയായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇപ്രകാരം ദൈവം തിരഞ്ഞെടുത്തവരും ദൈവം നിശ്ചയിച്ചിട്ടുള്ളവനുമായ ഒരു മനുഷ്യനാണെങ്കിൽ ഈ സ്വർഗത്തിലെ തീ, അതായത് പർവ്വതത്തിലെയും യെരൂശലേമിലെയും പട്ടണത്തിലെയും തീ മറ്റൊരു രൂപത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മക്കൾക്ക് വരും. അതെങ്ങനെ വരും? അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്കായി അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. എല്ലാ മനുഷ്യർക്കും മറ്റാർക്കും വരാത്ത ഒരു അഗ്നിശോധന കർത്താവ് വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ഭക്തന്മാർക്ക്. ഇയ്യോബിനുള്ള ശോധനയല്ല അബ്രഹാമിന്റെ ശോധനയല്ല ദാവീദിന്റെ ശോധനയല്ല മോശയ്ക്ക്. എല്ലാവർക്കും അപൂർവ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഏലിയാവ് പറയുകയാണ്, മതി കർത്താവേ, മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും നീതിയുള്ളവനൊന്നുമല്ല, മതി. കാരണം അപൂർവ കാര്യത്തിൽ കൂടി കടന്നു പോകാതെ ഈ തീ അതിജീവിക്കാൻ പറ്റില്ല. ഈ തീ അത്ര 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 ഭയങ്കരമായ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അഗ്നിശോധനയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പുറമെ നിന്ന് കാണുന്നവർ ഒരിക്കലും വിരൽ ചൂണ്ടുകയോ ഒരിക്കലും അതിന്മേൽ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം എന്താ ഇതറിയാറിയോ? അവനായിട്ടുണ്ട് ചുടുവാണ്, പഴിപ്പിക്കുകയാണ്. ഈ കൊല്ലൻ ആലയില് ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടുവന്ന് ചുട്ട് പഴിപ്പിച്ചതിന് ശേഷം അത് മുക്കാനുള്ളൊരു ദ്രാവകമുണ്ട്, അതും കൂടെ മുക്കി ടെമ്പറാക്കുന്ന പോലെ നാളെ സ്വർഗീയ യെരൂശലേമിലേക്ക് പ്രവേശിച്ച് പർവ്വതത്തിൽ കൂടി കടന്ന് ദൈവത്തിന്റെ കൂടാരത്തിൽ ചെല്ലാൻ തക്കവണ്ണമുള്ള ഒരു ഉരുപ്പടിയാക്കി തീർക്കുകയാണ് ഈ അഗ്നിശോധനയെങ്കിൽ. ഈ ശോധനയെ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ തീയെ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തീ ബാധിക്കില്ല. നമ്മളിവിടെ അടുപ്പിൽ വെച്ച് കത്തിക്കുന്ന തീ അല്ല ഈ പറയുന്നത്. പിന്നെ സ്വർഗത്തിലെ തീ എവിടെയൊക്കെ വീണിട്ടുണ്ട് വേദപുസ്തകത്തിൽ പ്രകാരം. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ കണ്ടിട്ടുണ്ട്, പിന്നെ സീനായ് പർവ്വതത്തിൽ കണ്ടിട്ടുണ്ട്, യാഗപീഠത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഏതെന്നറിയാം? അത് ശോധനയില് ഇയ്യോബിന് വന്നിട്ടുണ്ട്. ഇയ്യോബിന് എങ്ങനെ വന്ന്? ഇയ്യോബിന്റെ വസ്തുവകൾ മുഴുവൻ നശിപ്പിക്കാനായിട്ട് വന്നത് സ്വർഗത്തിലെ തീയ. ആ പുസ്തകം വായിക്കുമ്പോൾ അറിയാം. ഈ ലോകത്തെ തീ അല്ല വന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും, അതെന്താ അങ്ങനെ വന്നേ? അത് അഗ്നിശോധനയാണ്. സ്ഫുടം ചെയ്യുകയാണ്. നാളെ യോബേ, നീ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ ചുളയിൽ കൂടി കടന്നു പോകുമ്പോൾ, പർവ്വതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ നാളെ ഒരു ഇതിൽ കൂടി തിരി കത്തിച്ചു വെച്ചിരിക്കുന്ന ഇടയിൽ കൂടി ഒരു സ്ത്രീ ഫുൾ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നു പോയപ്പോൾ അവസാനം തീ കയറി പിടിച്ചു. അത് വലിയ അപകടമായിട്ടാട്ടെ. ഇതുപോലെ ഈ ചൂളയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിന്മേൽ കത്ത് പിടിക്കരുത്. കത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഇല്ലാതെ ആയി പോകും. കാരണം അത്ര ഭയങ്കരമാ തീ. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ ചുട്ട് പഴുപ്പിച്ച് ശരിയാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളുടെ ഈ വസ്ത്രം ഈ തീ പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള
ചില കാര്യങ്ങളാണ്. ഏതാണെന്നറിയാമോ? മനുഷ്യന്റെ വാഗൊണ്ട് പറയുന്ന നിഷ്ഠൂരങ്ങൾ, വമ്പ് പറയുക, അവിവേകം സംസാരിക്കുക, അറിഞ്ഞുകൊണ്ട് പോഷ്ക്ക് പറയുക, ഇങ്ങനെ ഒരു 4, 5 കൂട്ടം കാര്യങ്ങളുണ്ട്. കാരണം എങ്ങനെയാണെന്നറിയാമോ? ആ തീ പിടിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് യാക്കോബിന്റെ ലേഖനം ഒന്ന് വായിക്കണം. യാക്കോബിന്റെ ലേഖനം നോക്കണം. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. നരകത്താൽ അതിന് തീ പിടിക്കുന്നു. നരകത്തിലെ തീ, ആത്മീയമണ്ഡലങ്ങളിലെ തീ പിടിക്കുന്നു. എന്ത് പറയുന്നു? എന്താ കാരണം? അതുകൊണ്ടാണ് പറയുന്നത് വമ്പ് പറയരുത്. വമ്പ് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്രോൾ ഇരിക്കണ പോലെയാ. പെട്രോൾ കൈ വെച്ചുകൊണ്ട് തീയുടെ നടുവിൽ കൂടി പോയി കഴിഞ്ഞാൽ അവൻ ഭയപ്പെടണം, കത്തുപിടിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ ലോകത്തിൽ വെച്ച് വമ്പ് പറയരുത്, അവിവേകം സംസാരിക്കരുത്. അവിവേകം സംസാരിക്കാൻ പാടില്ല. നിഷ്ഠൂരം സംസാരിക്കരുത്, പോഷ്ക്ക് പറയരുത്. ഇങ്ങനെയുള്ള പരീക്ഷിക്കപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞവന്റെ പ്രാണൻ എന്ന് പറയുന്നത് തീ കാണാനിരിക്കുക. അടുപ്പിൽ വിറക് വെച്ച് കത്തിക്കും, പെട്രോൾ ഒഴിച്ച് കത്തിക്കാം, പിന്നെ പച്ചവിറക് വെച്ച് കത്തിക്കാം, പലതരത്തിലും പല കത്തും. എന്നാൽ പ്രാണന് കത്തുപിടിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് മനുഷ്യന്റെ വമ്പ് പറയൽ, വായ കൊണ്ട് പറയുന്ന നിഷ്ഠൂരങ്ങൾ, ദോഷങ്ങൾ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ അവൻ മുഷിഞ്ഞു കഴിയും. അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം യോബിന്റെ സ്നേഹിതന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങളോട് എൻ്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. കാരണം എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ടും ഈ ചൂളയിൽ കൂടി കടന്നു വന്നിട്ട് അവരുടെ നാവ് കൊണ്ട് നിഷ്ഠൂരം, യോഗ്യമായത് അയോഗ്യമായത് സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ഈ തീച്ചൂളയിൽ കൂടി കടത്താതിരിക്കാൻ എന്തിങ്ങനെ സാധിക്കുമെന്ന് ശത്രു നോക്കിയാണ് ഇവൻ അധരങ്ങളാൽ ഏതെങ്കിലും ദോഷം സംസാരിക്കാനായിട്ട് ശത്രു പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണയാണ് അനേകർ അബദ്ധത്തിൽ വീഴുന്നത്. കാരണം അതിനും പറയുന്ന നാവും ഒരു തീ തന്നെ. അങ്ങനെ അനേകർ വമ്പു പറയുന്നു, നരകത്താൽ അതിന് തീ പിടിക്കുന്നു. ആരൊക്കെ തീ പിടിക്കുന്നു? വസ്ത്രത്തിനല്ല, പ്രാണന് തീ പിടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഒരിക്കലും ഈ തീച്ചൂളയെയും തീയെയും തരണം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടണം. കാരണം നമ്മുടെ ജീവിതത്തിലും വന്നു പോകുന്ന നിഷ്ഠൂരങ്ങളും, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പോഷ്കുകളും, വമ്പ് പറയുന്നതും എല്ലാം നമ്മെ തന്നെ വിറകാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ധനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത്, നമ്മുടെ മുമ്പിലേക്ക് ചോദ്യം വരുന്നു, യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും? പാർക്കാൻ സുഖ, പക്ഷെ അവിടെ ചെല്ലണമെങ്കിൽ ചൂള കഴിഞ്ഞു പോകണം, തീ കഴിഞ്ഞു പോകണം. ഇത് എത്രയും തരണം ചെയ്ത് അവിടെ ചെന്നാൽ താമസിക്കാം, കർത്താവിനോട് പാർക്കാം. എന്നാളും ജയിക്കുന്നതിന് ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. ആര് പാർക്കും? നമ്മുടെ വായ കൊണ്ട് വരുന്ന വാക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഷിവുകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, ഇതെല്ലാം
ആ തീയാൽ ദഹിച്ചു പോകുന്ന തരത്തിലുള്ള അവസ്ഥയാകുമ്പോൾ മോശയോട് പറഞ്ഞത് ഓർത്തുകൊള്ളണം, മോശെ ഇങ്ങോട്ട് അടുത്ത് വരരുത്. മുൾപ്പടർപ്പിന് പേടിക്കാനില്ല, അത് കത്തില്ല. എന്നാൽ മോശയ്ക്ക് പേടിക്കാനുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ മോശയ്ക്ക് പോലും പേടിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്യണം. ദൈവമേ, ഞാൻ നിന്റെ സന്നിധിയിൽ ആ സ്വർഗീയ അഗ്നി ബാധിക്കത്തക്കവണ്ണമുള്ള എൻ്റെ ജീവിതത്തെ ഒന്ന് ഒതുക്കി ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് അഗ്നി ശോധനയെങ്കിൽ ഞങ്ങളിലുള്ള സകല മലിനതകളെയും നീക്കിക്കളഞ്ഞു ആ തീയെ അതിജീവിച്ച് നാളും കർത്താവിനോട് വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിനായിരിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കാറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപ